ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താ ഈ പേപ്പറൊക്കെ പിടിച്ചിട്ടെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ? അത് ഞാൻ വഴിയാ പറയാം കേട്ടോ. പക്ഷെ നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും, അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വിഷ് യു മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ക്രിസ്മസ് ഒക്കെ ആണല്ലേ, നമ്മൾ എവിടെ വീഡിയോ എടുത്ത് നോക്കിയാലും ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്താ? സ്റ്റാർ മേക്കിംഗ് വീഡിയോസ്. അപ്പം ഞാനും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് എടുത്തിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഈ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് A4 ഷീറ്റ് പേപ്പേഴ്സ് വേണം, പിന്നെ ഗമ്മ് വേണം, പിന്നെ ഒരു പെന്ന് വേണം, പിന്നെ ഒരു സിസറും വേണം. ഇവിടെ എൻ്റെ കുഞ്ഞ് സിസറുള്ളൂ. നിങ്ങളുടെ വലിയ സിസർ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ സിസർ എടുക്കുക. പിന്നെ നമുക്കൊരു ത്രെഡ് കൂടെ വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടത്. അതിനകത്തോട്ട് ഇങ്ങനെ ഇതൊന്ന് ചെറുതായിട്ട് ഉള്ളിലേക്കിട്ട് ഇങ്ങനെ വെച്ചിട്ട് പൊടിച്ചു ഇതിലേക്ക് നമ്മൾ ഗമ്മ് ഇവിടെ ഇങ്ങനെ 10 ഇങ്ങനെ ഒട്ടിച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു ചെറിയ കൊത്തുപണി ചെയ്യാം. പേഴ്സ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, വലിയ സിസേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനിവിടെ കുഞ്ഞ് സിസറാണ് യൂസ് ചെയ്യുന്നത്. വലിയ സിസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാം കൂടെ ഒരുമിച്ച് ഡിസൈൻ വരച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ എളുപ്പം. ഞാനിവിടെ എൻ്റെ ഇരട്ടിപ്പണിയാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാനിവിടെ മൂന്നെണ്ണം വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ കുഞ്ഞിതായ കാരണമാണ് കേട്ടോ ഇത്രയും ടഫ് ചെയ്യാനായിട്ട്. നിങ്ങൾക്കിത് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ സിസേഴ്സ് യൂസ് ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓൾറെഡി വെട്ടിയെടുത്തിട്ടുള്ള ഇതില്ലേ, ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ച് ട്രേസ് ചെയ്തതിന് ശേഷം മാത്രം വെട്ടിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാം കുളമാകും. ഓൾമോസ്റ്റ് കണ്ടിട്ട് കുളമായ പോലെ തോന്നുന്നുണ്ട്. നമ്മളിത് ഫുള്ള് ഇങ്ങനെ വെട്ടി എടുത്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്ത ഒരു പേപ്പർ ആദ്യം ഞാൻ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഷേപ്പിൽ ഗമ്മ് തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഈ 10 നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 10 ഇൻവേർട്ടഡ് ഷേപ്പിൽ ഗ്ലൂ തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. തൂക്കിയിടാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. നമ്മൾ ഗമ്മ ഇങ്ങനെ ഇൻവേർട്ടഡ് ടീ ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ സ്റ്റാർ ശരിയാക്കാം.
അങ്ങനെ ഇതാണ് നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത്. ഉണങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ, അത് കാരണം ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള 20 രൂപയുടെ സ്റ്റാർ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേപ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും പേപ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗി വരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് പേപ്പേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള അത്ര പേപ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ അത്രയും ഭംഗി വരും, പെർഫെക്ഷൻ വരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. ഇന്ന ഡിസൈൻ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്. നമ്മൾ വെറുതെ 200-400 രൂപയും കളഞ്ഞ് സ്റ്റാർ വാങ്ങുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. പിന്നെ നമ്മുടെ വീഡിയോ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ഈ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.